വീണ കുടുങ്ങണമെന്നുള്ളൊരാഗ്രഹം എനിക്കില്ല. പക്ഷെ വീണ ഇതിനകത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി മാത്രമാണ്. കുറ്റം ചെയ്തത് അധികാരസ്ഥാനത്തിരുന്നവരാണ്. കൈക്കൂലി വാങ്ങിച്ചതും അവരാണ്. അപ്പോൾ കുടുങ്ങേണ്ടത് പിണറായിയാണ്, വീണയല്ല. സ്വാഭാവികമായും ഈ കേസിൽ വീണയുടെ അക്കൗണ്ടും വീണയുടെ കമ്പനിയുമാണ് പണം കൈപ്പറ്റിയതുകൊണ്ട് വീണ പ്രതിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ വളരെ വ്യക്തിപരമായി പറയട്ടെ, ഒരു സ്ത്രീയാണ് അവർ, അവർക്ക് ഇതിനകത്ത് പങ്കുണ്ട്, ഇതൊക്കെയുള്ളത് ശരിയാണ്. പക്ഷേ ഇതിൻ്റെ ഗൗരവം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളെന്ന നിലയിൽ അവർ കൈപ്പറ്റിയ പണം മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള പണമായിരുന്നു, പിണറായി വിജയന് വേണ്ടിയുള്ള പണമായിരുന്നു. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ബാധിക്കുന്ന വിഷയം. അല്ല, വീണ എന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഓക്കെ, തെളിവുകൾ എത്രത്തോളം ശക്തമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു അല്ല, ചോദ്യം. ഇതിനകത്ത് തെളിവുകളുടെ ഒന്നും ആവശ്യമില്ല. കാരണം ഡോക്യുമെന്റ്സ് എല്ലാം ക്ലീനാണ്. കൂടുതലായിട്ടൊരു അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല. സ്വാഭാവികമായിട്ടും ഏതൊരു അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ച് അവർക്ക് അവരുടെ പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ എന്നതിനപ്പുറത്തേക്ക് ഈ കേസിൽ മാത്രം ഏത് വിഷയം വന്നാലും അതിൽ തെളിവെടുപ്പിൻ്റെയും കൂടുതൽ തെളിവിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. ഇവിടെ ഒന്നുമില്ല. ഇതെല്ലാം ക്ലീനാണ്, എല്ലാം ഡിജിറ്റൽ രേഖകളാണുള്ളത്. അതിൽ മാത്രം 1, 2, 3 ഏജൻസികൾ അന്വേഷിച്ച കേസാണ് അത്. ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ആദ്യം റെയ്ഡ് നടത്തിയ ഏജൻസി, അവർ ഇതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി മൊഴിയെടുക്കുകയും ചോദ്യം ചെയ്യൽ നടത്തുകയും ചെയ്തു. രണ്ടാമത് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ്, ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുമ്പിൽ ഇവർ തന്നെ കൊടുത്ത മൊഴിയാണ് ഇതെല്ലാം ഫേക്കാണ് എന്നുള്ളത്. മൂന്നാമത് SFIO വീണയെ ഉൾപ്പെടെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഇന്നലെയുമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത മുഴുവൻ ആളുകളെ അവർ ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യം ചെയ്യലിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിലെ തന്നെ ഒരു അന്വേഷണ ഏജൻസി വളരെ കൃത്യമായി പ്രതി ചേർത്ത് ഇവർ കുറ്റക്കാരിയാണെന്ന് പറഞ്ഞതിന് ശേഷം കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷമുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണമാണ്. ഈ കേസിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പ്രഥമദൃഷ്ട്യാ ഒരു വിജിലൻസ് കേസ് നിൽക്കില്ല. കാരണം പ്രഥമദൃഷ്ട്യാ ചൂണ്ടിക്കാണിക്കാൻ ഒരു അഴിമതിയില്ല. എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു കമ്പനിയിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടുണ്ട്. അവരെന്തിനു വേണ്ടി കൈപ്പറ്റി എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. ആ കൈപ്പറ്റിയ കമ്പനി ഇവരും തമ്മിലുള്ള വ്യക്തിപരമായ ഇടപാടല്ലേ എന്നാണ് അന്ന് സംസ്ഥാന സെക്രട്ടറിയും അന്ന് ധനകാര്യ വകുപ്പ് മന്ത്രിയൊക്കെ പറഞ്ഞത്. 2 കമ്പനികൾ തമ്മിൽ ഇടപാട് നടക്കുന്നതിന് നിങ്ങൾക്ക് എന്താണ്? അപ്പം അവിടെയാണ് ഈ കേസിന് മാത്രമുള്ളൊരു പ്രസക്തി. ഒന്ന്, ഈ ഇടപാട് അല്ലെങ്കിൽ ക്രമക്കേട് നടന്ന കമ്പനി എന്ന് പറയുന്ന ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ആ കമ്പനിയിൽ സംസ്ഥാന സർക്കാരിന് 13.4% ഷെയറുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കൂടി ഉടമസ്ഥയിലുള്ള ഒരു കമ്പനിയിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഈ തട്ടിപ്പിൻ്റെ ഭാഗമായി പങ്കാളിയായത്. അതാണ് ഈ കേസിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനീസ് ആക്ട് സെക്ഷൻ 447 അനുസരിച്ച് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിനെ കബളിപ്പിച്ചു എന്ന ഗുരുതരമായ തെറ്റിൽ ചെയ്തതിൽ ഒരു പങ്കാളി വീണയാണ്. മാത്രമല്ല, PML ആക്ട് പ്രകാരം മണി ലോണ്ടറിങ് അവിടെ നടന്നിട്ടുണ്ട്. കണക്കിൽപ്പെടാത്ത ഏറെക്കുറെ 180 മുതൽ 200 കോടി രൂപയ്ക്കിടയിൽ ആ കമ്പനിയിൽ നിന്ന് തിരിമറി നടത്തിയിട്ടുണ്ട്. ആ തിരിമറി നടത്തിയതിൽ ഒരു പ്രതി വീണയാണ്. ആ തിരിമറി നടന്ന പണം, ആ മണി ലോണ്ടറിങ് എവിടെ നടന്നു, സാമ്പത്തിക തിരിമറി എവിടെ നടന്നു, അതാണ് ED അന്വേഷിക്കുന്നത്. ഇപ്പോഴും ഞാൻ പറഞ്ഞ ആദ്യത്തെ പോയിന്റിൽ അന്വേഷണം നടന്നിട്ടില്ല. എന്തിനു വേണ്ടി, എന്തിനു വേണ്ടിയാണ് ഈ പണം കൊടുത്തിട്ടുള്ളത്? ഇവർക്ക് മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാ രാഷ്ട്രീയക്കാർക്കും പണം വാരി വിതറിയില്ലേ? ഇത് എന്തിനു വേണ്ടി? ആ ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ, ആ ചോദ്യത്തിന് ഉത്തരം എനിക്കറിയാം, പക്ഷെ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനിയും അന്വേഷണം ആവശ്യമുണ്ട്. അത് CBIയുടെ അന്വേഷണം കൊണ്ടേ കഴിയൂ. കാരണം അത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം വേണം ആ അന്വേഷണം നടത്താൻ. ആ അന്വേഷണം നടത്താൻ വിജിലൻസിന് കഴിയും. പക്ഷേ ഇത് വിവിധ സംസ്ഥാനങ്ങൾ ഉൾപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് ആ വിഷയത്തിൽ അന്വേഷണത്തിന് ഇനി പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ CBIയുടെ എൻക്വയറി ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ ഞാൻ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ആ ഹർജി ഉടൻ പരിഗണിക്കും. ഇതിലിപ്പോൾ ഈ കരിമണൽ എന്നുള്ളൊരു വസ്തു ഇതിൽ വന്നിട്ടുണ്ട്. ഈ കരിമണൽ വസ്തുവാണ്, അതെ, ഒരു വസ്തു കരിമണലാണ് ഇതിന്റെ പ്രശ്നം. കരിമണൽ കൊണ്ട് എന്തൊക്കെ ഉപയോഗിക്കാം, എന്തൊക്കെ നിർമ്മിക്കാം എന്നുള്ളതും ഒരു വിഷയമാണ്. അവിടെ ഒരു ദേശ സുരക്ഷയുടെ വിഷയം കൂടി വരുന്നില്ലേ? അല്ല, ഇതിനകത്ത് പ്രഥമദൃഷ്ടിയെ നമ്മൾ നോക്കുമ്പോൾ ഇലിമിനേറ്റ് ആണ് ഉൽപ്പാദിപ്പിക്കുമെന്ന്. അതാണ് ഏറ്റവും കൂടുതൽ ഇതിൽ നിന്നും എടുക്കാൻ കഴിയുന്നത്. പക്ഷേ ദേശസുരക്ഷയുടെ പ്രശ്നം ഉരുത്തിരിയുന്നത് ഇതിൻ്റെ തോറിയം കണ്ടന്റിലാണ്. അണുവായുധങ്ങളും അതുപോലെ ഈവൻ മിസൈലും ഒക്കെ വരെ ഉണ്ടാക്കാൻ കഴിയുന്ന തോറിയം, ആ തോറിയത്തിൻ്റെ കണ്ടന്റ് 0.04% മണലിലുണ്ട് എന്നുള്ളത് പ്രൂവ്ഡാണ്.
അത് എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടോ, ഉം. ചെയ്തിട്ടില്ലേ? ഇപ്പോൾ ഈ നമ്മളിവിടെ നമ്മുടെ സമീപ രാജ്യങ്ങളിലും ഒക്കെ ഇവിടെ നിന്നും കടത്തപ്പെട്ട മണൽ കൊണ്ടാണോ ഈ കാണുന്ന മിസൈലുകളും റോക്കറ്റുകളൊക്കെ വിട്ട് കളിക്കുന്നതെന്ന് നമുക്കറിയില്ല. കാരണം ഇത് തുടങ്ങിയിട്ട് 10-20 വർഷത്തിന് മുകളിലായി. കറക്റ്റ്. വളരെ സൈലൻ്റായി കേരളത്തിൻ്റെ തീരദേശത്തു നിന്നും നമ്മുടെ മണൽ വിദേശത്തേക്ക് പോയിട്ടുണ്ട്. ആ പോയിട്ടുള്ള മണൽ ഇലിമിനേറ്റ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ എടുത്ത് പടി റോ മെറ്റീരിയലായിട്ട് തന്നെ പോയിട്ടുണ്ടെങ്കിലും, ഇതിനകത്ത് തോറിയം എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ തകർക്കാനുള്ള ആയുധം നമ്മൾ തന്നെ കഴിഞ്ഞ 20 വർഷമായി കൊടുത്തുകൊണ്ടിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. അതിന് വിദേശ രാജ്യങ്ങളുടെ ഉൾപ്പെടെ ഉള്ള ബന്ധം ഇനി ഭാവിയിൽ അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. സമഗ്രമായ ഒരു അന്വേഷണം വേണം. തീർച്ചയായും, അടിമുടി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീണ തൈക്കണ്ടിയിൽ എന്നുള്ളതിനപ്പുറത്തേക്ക് അതിൽ നിന്നും ഒട്ടേറെ പേരിലേക്ക് അന്വേഷണം നീങ്ങും. തീർച്ചയായിട്ടും അങ്ങനെ. കാരണം ഇത് നമ്മുടെ രാജ്യത്തെ നമ്മുടെ ശത്രുക്കൾക്ക് ഒറ്റുകൊടുത്തിട്ടാണോ നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നതെന്ന് അറിയണ്ടേ? ഉം. ഇത് എൻ്റെ കൊക്കിലൊതുങ്ങുന്ന ഒരു സബ്ജക്റ്റ് അല്ല, അതിനൊക്കെ ഒത്തിരി മുകളിലാണ്. പക്ഷേ എനിക്ക് ഇക്കാര്യത്തിൽ ചില ബോധ്യങ്ങളുണ്ട്. ആ ബോധ്യത്തിൽ നിന്ന് എനിക്ക്, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, വളരെ നിസ്സാരമായ ഒരു കാര്യത്തിൽ നിന്ന് അന്വേഷിച്ച് തുടങ്ങിയ ഒരു കാര്യമാണ് ഇന്നിവിടം വരെ വന്ന് നിൽക്കുന്നത്.